ബൈബിളിനെയും ക്രൈസ്തവ ദർശനങ്ങളെയും മുൻനിർത്തി സമകാലിക വിഷയങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രമുഖ ചിന്തകനും ഗ്രന്ഥകാരനും മുൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറും കേരള സാഹിത്യ അക്കാദമി മുൻ അംഗവുമായ ഡോക്ടർ ഡി ബെഞ്ചമിനാണ് ഇന്ന് ആത്മീയ രേഖകളിൽ നമ്മോടൊപ്പമുള്ളത്. ഒരു സാധാരണ ക്രൈസ്തവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പപ്പയും അമ്മയും സ്കൂൾ ടീച്ചേഴ്സായിരുന്നു. വീട്ടിലെപ്പോഴും ക്രിസ്തീയമായ ഒരു അന്തരീക്ഷം നിലവിലുണ്ടായിരുന്നു. രാവിലെ പ്രാർത്ഥനയോടെ ഓരോ ദിവസത്തെയും ജീവിതം ആരംഭിക്കുന്നു. വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയോടെ അത് ഉപസംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. ഞാൻ ആലോചിക്കുന്നുണ്ട്, പപ്പ നിർബന്ധപൂർവം ഞങ്ങളുടെ മേൽ ഒരു പ്രമാണവും അടിച്ചേൽപ്പിക്കുകയുണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടിലെ പൊതുവായ അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ ക്രൈസ്തവമായ മൂല്യങ്ങളെ അംഗീകരിക്കുന്നതും ക്രൈസ്തവമായ മൂല്യങ്ങളെ സ്വീകരിക്കുന്നതുമായ ഒന്നായിരുന്നു എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. രാവിലത്തെ പപ്പയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗാഢമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും ഞങ്ങൾ ഓരോരുത്തരെയും കുറിച്ചുള്ള പപ്പയുടെ ഉത്കണ്ഠകളും എല്ലാം ആ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നു. ഒരു പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്ത് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നത് പപ്പയുടെ ഈ പ്രഭാത പ്രാർത്ഥനയിലൂടെയാണ് എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, പപ്പ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അന്നത്തെ ശമ്പളം കൊണ്ട് ഒരു വലിയ കുടുംബം നിലനിർത്തുക സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ധാരാളം ട്യൂഷൻ എടുക്കാൻ പോകുമായിരുന്നു. രാവിലെ ഒരു 5 മണി കഴിയുമ്പോൾ പപ്പയുടെ പ്രാർത്ഥന കേൾക്കാം. ഞങ്ങളിൽ ഉണർന്നിരിക്കാൻ കഴിയുന്നവരെല്ലാം കൂട്ടത്തിൽ കൂടും. അത് കഴിയുമ്പോൾ പപ്പയുടെ പഴയ സൈക്കിളിൽ കയറി എവിടെയോ ഒക്കെ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകും. അത് കഴിഞ്ഞ് നേരെ സ്കൂളിൽ വന്ന് സ്കൂളിലെ ക്ലാസ് പഠിപ്പിക്കുകയാണ് വാസ്തവത്തിൽ പപ്പ ചെയ്തിരുന്നത് എന്ന് ഓർമ്മിക്കാം. വൈകുന്നേരമാകുമ്പോഴത്തേക്ക് ഒരു 7 മണിയാകുമ്പോൾ കുടുംബത്തിലെ എല്ലാവരും ഞങ്ങളുടെ നടുവിലെ മുറിയിലേക്ക് ഒരുമിച്ച് കൂടും. ആ മുറിയിൽ ഇരുന്നു കൊണ്ടാണ് ഞങ്ങളുടെ വൈകുന്നേരത്തെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് നടത്തിയിരുന്നത്. കുടുംബ പ്രാർത്ഥന എപ്പോഴും പപ്പയുടെ തന്നെ നേതൃത്വത്തിലായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അമ്മയായിരിക്കും ആ നേതൃത്വം ഏറ്റെടുക്കുക. ചിലപ്പോൾ ഞങ്ങളുടെ മുതിർന്ന സഹോദരന്മാരിൽ ആരെങ്കിലും ഒരാളായിരിക്കും അത് ഏറ്റെടുക്കുക. ഒരു പക്ഷേ അന്നത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ഇതെല്ലാം ആ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ തലകുനിക്കാനും ദൈവം ചെയ്ത വലിയ നന്മകളെ ഓർക്കാനും ഞങ്ങളെ ആ പ്രാർത്ഥന വളരെയധികം പ്രേരിപ്പിച്ചിരുന്നു എന്നതാണ് സത്യം. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ പപ്പ ഒരിക്കലും ഞങ്ങളോട് ദേഷ്യപ്പെടുകയോ എന്തെങ്കിലും ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല എന്ന്. അതിൻ്റെ ആവശ്യം ഉണ്ടാകാതിരുന്നത് ഈ 2 പ്രാർത്ഥനകൾ കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു. വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു അധർമ്മ ഭീരുത്വം എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാകാറുണ്ട്. അധർമ്മം ചെയ്യാനുള്ള ഭയം എന്നുള്ള അർത്ഥത്തിലാണ് ഈ അധർമ്മ ഭീരുത്വം എന്ന് പറയുന്നത്. അത് ഞങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒന്നാണ്. ആത്മീയമായി പറയുമ്പോൾ മറ്റൊരു പ്രധാന സംഗതി കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. അതെൻ്റെ അമ്മ വഹിച്ച വലിയ പങ്കാണ്. എല്ലാ ഞായറാഴ്ചയും സൺഡേ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഒരു സ്വകാര്യ സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നു. ആ സൺഡേ സ്കൂളിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അമ്മയ്ക്കായിരുന്നു. തറയിൽ പാവിരിച്ച് ഞങ്ങൾ അമ്മയ്ക്ക് ചുറ്റുമിരിക്കും. അമ്മ ഞങ്ങളെ ക്രൈസ്തവമായ പാട്ടുകൾ പഠിപ്പിക്കും. ഞങ്ങളതെല്ലാം ഏറ്റുചൊല്ലുകയും അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഞങ്ങൾക്ക് പരിചിതമായി തീരുകയും ചെയ്തു. അത് കഴിഞ്ഞ് ബൈബിൾ വായിക്കും. ഞങ്ങളെക്കൊണ്ട് ബൈബിൾ വായിപ്പിക്കും.
അടുത്ത ദിവസം ഞങ്ങൾ ഹൃദിസ്ഥമാക്കി പറയേണ്ട വാക്യങ്ങൾ ഞങ്ങൾക്ക് അടയാളപ്പെടുത്തി തരികയും ചെയ്യും. സങ്കീർത്തനങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അധികവും ഞങ്ങൾ ഹൃദിസ്ഥമാക്കിയത് ഈ സ്വകാര്യ സൺഡേ സ്കൂളിലൂടെയാണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. പപ്പയുടെ തിരക്കിനിടയിൽ പപ്പയ്ക്ക് പലപ്പോഴും ഈ സൺഡേ സ്കൂളിൽ പങ്കെടുക്കാൻ കഴിയാറില്ല. പക്ഷേ അമ്മ തന്നെയാണ് പ്രാർത്ഥന തുടങ്ങുന്നതും പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതും. ഒരു ഘട്ടം കഴിയുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനുള്ള ഒരു പ്രവണതയും അവിടെ ഉണ്ടായി എന്ന് പറയാം. എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ്റെ നേതൃത്വത്തിലാവും ചിലപ്പോൾ ഈ സൺഡേ സ്കൂൾ നടക്കുക. ഇത് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് എന്നെ രൂപാന്തരപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായിരുന്നു എന്ന് ഞാനിന്ന് ഓർമ്മിക്കുന്നു. എൻ്റെ എഴുത്ത് ജീവിതത്തിൻ്റെ ആരംഭവും ക്രൈസ്തവമായ പശ്ചാത്തലവും തമ്മിൽ നേരിട്ട് ബന്ധമില്ല എന്നതാണ് സത്യം. ഞാൻ കോളേജിലെ അധ്യാപകനായിരുന്നു. പിന്നെ സർവകലാശാലയിലെ അധ്യാപകനായി. ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ വിഷയങ്ങളെക്കുറിച്ച് പല ഉൾക്കാഴ്ചകളും എൻ്റെ മനസ്സിനകത്തുണ്ടാവാറുണ്ട്. ഇതത്ര ശരിയല്ലല്ലോ, ഇങ്ങനെ അല്ലല്ലോ ഇത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലുണ്ടാവുന്നു. അത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ആദ്യം എഴുതാൻ തുടങ്ങുന്നത്. എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് കവിതാ വിചാരം എന്നാണ്. മലയാളത്തിലെ മഹാകവിത്രയത്തെക്കുറിച്ചുള്ള താരതമ്യാത്മകമായ ഒരു പഠനമാണ് ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. പക്ഷേ എൻ്റെ ക്രൈസ്തവമായ രചനകളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് എൻ്റെ സൺഡേ സ്കൂൾ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ സൺഡേ സ്കൂളിൽ സ്ഥിരമായി പോകുമായിരുന്നു. സൺഡേ സ്കൂളിലെ ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ സൺഡേ സ്കൂളിലെ അധ്യാപകനായി. സൺഡേ സ്കൂളിലെ അധ്യാപകനാവുകയും മുതിർന്ന കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നപ്പോൾ അവരെന്നോട് ചോദിച്ച സംശയങ്ങൾ ധാരാളമായിരുന്നു എന്നതാണ് സത്യം. പലപ്പോഴും അവർ വർത്തമാനകാല ക്രൈസ്തവ ജീവിതം നേരിടുന്ന സമസ്യകളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ ചോദിക്കുമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ക്രൈസ്തവമായ ലേഖന രചനകളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയത്. അവിടെ ഞാൻ ഒരിക്കലും ഒരു സുവിശേഷ പ്രവർത്തകൻ്റെ ഭാഷയിലല്ല സംസാരിച്ചിരുന്നത്. നേരെ മറിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ വർത്തമാനകാല ജീവിതത്തിലെ സമസ്യകളെ, പ്രശ്നങ്ങളെ ക്രൈസ്തവമായ ഒരു കാഴ്ചപ്പാടിൽ അപഗ്രഥിക്കാനും വിശദീകരിക്കാനും ആണ് ഞാൻ ശ്രമിച്ചിരുന്നത് എന്ന് പറയാം. അതിനകത്തൊരു അമച്വർ സ്വഭാവമുണ്ട് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാരണം ഞാൻ ഒരിക്കലും ദൈവശാസ്ത്രം പഠിച്ച ആളല്ല. ഈ സൺഡേ സ്കൂളിൽ നിന്നും പള്ളിയിലെ അച്ഛന്മാരുടെ പ്രസംഗത്തിൽ നിന്നും ഞാൻ വായിച്ചു കൂട്ടിയ പുസ്തകങ്ങളിൽ നിന്നും കിട്ടിയ ഒരു ധാരണയാണ് വേദപുസ്തകത്തെക്കുറിച്ചുള്ളത്. ഇതിനേക്കാളൊക്കെ പ്രധാനമായി 10ാം ക്ലാസ് ഞാൻ ജയിച്ചപ്പോൾ എൻ്റെ പപ്പ എനിക്ക് സമ്മാനം തന്നത് ലെതർ ബൈൻഡിട്ട ഒരു ബൈബിളാണ്. ഞാനത് ഇന്നും പൊന്നുപോലെ സൂക്ഷിക്കുന്നു. എന്നോട് എന്നിട്ട് പപ്പ പറഞ്ഞത് സുവിശേഷങ്ങൾ ആദ്യം വായിച്ചു തുടങ്ങൂ എന്നാണ്. അങ്ങനെ ഞാൻ സുവിശേഷങ്ങൾ ആദ്യം വായിച്ചു. പിന്നെ അവിടെ നിന്ന് ലേഖനങ്ങളിലേക്ക് കടന്നു. എന്തുകൊണ്ടോ പഴയ നിയമം വളരെയൊന്നും എന്നെ പ്രചോദിപ്പിച്ചില്ല. എങ്കിലും ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ പഴയ നിയമം കൂടിയുള്ളതാണ് എന്ന ബോധ്യത്തോടു കൂടി ഞാൻ പഴയ നിയമവും ഒന്നിലധികം പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിയാണ് എൻ്റെ മനസ്സിലൊരു കൾച്ചർ ഉണ്ടാക്കിയത്. ക്രൈസ്തവമായ ജീവിതം ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നൊരു ധാരണ എൻ്റെ മനസ്സിലുണ്ടായതും അത് അവിടെ നിന്നാണ്. അപ്പോൾ ഈ എൻ്റെ വിദ്യാർത്ഥികൾ സംശയങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് അതിന് മറുപടി പറയാതിരിക്കാൻ സാധിക്കില്ല. ഈ പറഞ്ഞ ഒരു പ്രത്യേക ക്രൈസ്തവമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, അനുഭവങ്ങളുടെയും അറിവുകളുടെയും വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഞാൻ അവരെ അത് പഠിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഇനി അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡയസിസിൻ്റെ ഒരു പ്രസിദ്ധീകരണമുണ്ട്, ക്രൈസ്തവ ദീപിക എന്ന പേരിൽ. ഞാൻ കോളേജിലെ മാഷാന ആയപ്പോഴത്തേക്ക് ക്രൈസ്തവ ദീപികയുടെ പത്രാധിപ സമിതിയിലേക്ക് എന്നെ എടുത്തു.
അങ്ങനെ ആ പത്രാധിപ സമിതിയിലെ അംഗം എന്ന നിലയ്ക്ക് ക്രൈസ്തവ ദീപികയ്ക്ക് വേണ്ടിയും പലപ്പോഴും എനിക്ക് ലേഖനങ്ങൾ എഴുതേണ്ടി വന്നു. ക്രൈസ്തവ ദീപിക വായിച്ചിട്ടുള്ള മറ്റ് ക്രൈസ്തവ പ്രസിദ്ധീകരണത്തിൻ്റെ അധികാരികൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും പലപ്പോഴും ക്രിസ്മസും അതുപോലെ ദുഃഖവെള്ളിയാഴ്ചയും പോലുള്ള സവിശേഷമായ ദിവസങ്ങൾക്ക് പറ്റിയ ധ്യാനങ്ങളിൽ ലേഖനങ്ങളും എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയും ഞാൻ കുറേയധികം ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. പക്ഷേ എൻ്റെ പുസ്തകങ്ങൾ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ പത്രാധിപ സമിതിയിലെ അംഗമായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചീഫ് എഡിറ്റർ ആകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ക്രൈസ്തവ ദീപികയ്ക്കൊരു സവിശേഷമായ ഘടനയുണ്ട്. ആ ഘടനയിൽ ചീഫ് എഡിറ്റർ എന്ന നിലയ്ക്ക് എനിക്കെന്തു മാറ്റം വരുത്താൻ കഴിയും എന്നതായിരുന്നു എൻ്റെ മുന്നിലെ ആദ്യത്തെ വെല്ലുവിളി. ഞാൻ അതിനകത്ത് പ്രധാനമായും ചെയ്തത് ഒരു എഡിറ്റോറിയൽ, എല്ലാ ഇഷ്യൂവിലും എൻ്റെ വക ഒരു എഡിറ്റോറിയൽ എഴുതി ചേർക്കുക എന്നുള്ളതായിരുന്നു. ഈ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ രാഷ്ട്രീയ, സാമൂഹിക, അന്തർരാഷ്ട്രീയമായ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ ക്രൈസ്തവമായ കാഴ്ചപ്പാടിൽ അപഗ്രഥിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്ന ഒന്നായിരുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ വന്നിരിക്കുന്ന ലേഖനങ്ങളിലെ അധികവും. ഈ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്ത് ഞാൻ പുസ്തക രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. രണ്ടാമത്, ഈ ക്രൈസ്തവ നാമം ധരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ എത്രത്തോളം ബൈബിൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടെ ഈ സഭാജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലുമൊക്കെ ഈ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ എത്രമാത്രം അകന്നു പോയിട്ടുണ്ട്, പൊങ്ങച്ചങ്ങൾ എങ്ങനെയാണ് നമ്മളെ ബാധിച്ചത്, സ്ഥാപനവൽക്കരണം സഭയെ എങ്ങനെയാണ് കുഴപ്പത്തിലേക്ക് ചാടിച്ചത്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ മുന്നിൽ വന്നു. അതിന് മറുപടി കാണാതെ എനിക്ക് സ്വസ്ഥതയില്ല എന്നുള്ളൊരവസ്ഥ വന്നു. ഞാനൊരു കപടമായ ജീവിതമാണോ നയിക്കുന്നത്, എനിക്ക് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ വയ്യ എന്ന് തോന്നിയപ്പോഴാണ് വളരെ ചെറിയ ലേഖനങ്ങൾ, ഈ ഓരോന്നിനെക്കുറിച്ചും പെട്ടെന്ന് വായിച്ചു പോകാവുന്ന തരത്തിൽ, ഏറ്റവും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഉള്ള ലേഖനങ്ങൾ ഞാൻ എഴുതിയത്. ഇപ്പോൾ ഇന്നിൻ്റെ ആകുലതകൾ, ഇന്നിൻ്റെ സമസ്യകൾ, അതുപോലെ വീണ്ടുവിചാരം, ഈ പുസ്തകങ്ങളെല്ലാം രൂപം കൊള്ളുന്നത് ഇത്തരം ഒരു അന്വേഷണത്തിൻ്റെയും കണ്ടെത്തലിൻ്റെയും ഫലമായിട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവശാസ്ത്രത്തിൽ നിന്ന് ഞാൻ ഒരല്പം അകന്നു പോയിട്ടുണ്ടോ എന്ന് തോന്നാവുന്ന ലേഖനങ്ങൾ ആ കൂട്ടത്തിലുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ അംഗീകൃതമായ ദൈവശാസ്ത്രം പറയാനാണ് നമുക്ക് പള്ളികളിൽ പുരോഹിതന്മാരുള്ളത്, ദൈവശാസ്ത്രം പഠിച്ചിട്ടുള്ളവരുള്ളത്. എൻ്റെ ദൗത്യം അതാണ് എന്ന് ഞാൻ കരുതിയേയില്ല. ദൈവശാസ്ത്രത്തിന് ഒരു പരിധിയിൽ കവിഞ്ഞ ആധികാരികത കൽപ്പിക്കാനും ഞാൻ തയ്യാറല്ല. അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ, മതം എപ്പോഴും അപ്രമേയതയെപ്പറ്റി പറയുന്നതാണ്. അപ്രമേയത എന്ന് പറയുന്ന ഒന്നിനെ വളരെ പരിമിതമായ മനുഷ്യൻ്റെ യുക്തി കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ദൈവശാസ്ത്രം കിട്ടുന്നത്. ആ ദൈവശാസ്ത്രത്തിനും അപ്പുറം നിൽക്കുന്ന ഒന്നാണ് വാസ്തവത്തിൽ ബൈബിളിലെ യഥാർത്ഥമായ സത്യങ്ങൾ എന്ന് എനിക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ അല്പ സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ബൈബിളിലെ ഏതെങ്കിലും ഒരു വാക്യത്തിലോ ഒരു സന്ദർഭത്തിലോ ഊന്നി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കുറേയധികം ലേഖനങ്ങൾ ഞാൻ എഴുതിയത്. അവയും അധികവും പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഈ ക്രൈസ്തവ ദീപിക എന്ന് പറഞ്ഞ മാസികയിലാണ്. അത് ഞാൻ 2 പ്രാവശ്യമായി കളക്ട് ചെയ്ത് പുസ്തകമാക്കി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ഒരു ചോദ്യം, ഞാൻ 70 വർഷത്തോളം യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഞാൻ പഠിപ്പിച്ചു. ഈ കുറേ അധികം 25 പുസ്തകത്തിലധികം ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ക്രൈസ്തവമായ കാഴ്ചപ്പാട് സമഗ്രമായി കൊണ്ടുവരുന്ന ഒരു പുസ്തകം ഞാൻ എഴുതിയില്ല എന്ന കുറവ് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഞാൻ ശ്രമിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയെ പറ്റിയുള്ള ഒരു പുസ്തകം എഴുതുക എന്നുള്ളതാണ്. സഭാകേന്ദ്രിതമായ ഒരു അന്വേഷണമല്ല, ബൈബിളിൽ നേരിട്ട് പോയി നോക്കി
ഞാൻ കണ്ടെത്തുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനിറ്റിയെപ്പറ്റി എഴുതുക എന്നുള്ളതാണ്. ബൈബിൾ എല്ലാ ശാസ്ത്രത്തെയും അതിവർത്തിക്കുന്ന അപ്രമേയതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ് എന്നുമുള്ള ധാരണ എനിക്കുണ്ടായത്. അപ്പോൾ ഈ തിരുത്തലോടുകൂടി യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയെ പറ്റിയുള്ള എൻ്റെ കാഴ്ചപ്പാട് ആവിഷ്കരിക്കാനാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുതിയ പുസ്തകത്തിൽ ശ്രമിക്കുന്നത്. അത് പൂർത്തിയായി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ സ്പിരിറ്റ് അതിനകത്ത് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇന്നിൻ്റെ ആകുലതകൾ എന്ന് പറഞ്ഞ പുസ്തകമാണ് ഈ വിഭാഗത്തിൽ ഞാൻ ആദ്യം പ്രസിദ്ധീകരിച്ചത്. ഇതിനകത്തുള്ള ലേഖനങ്ങളിൽ ഏറിയ പങ്കും ക്രൈസ്തവ ദീപികയ്ക്ക് ഞാൻ എഴുതിയ എഡിറ്റോറിയലുകളാണ്. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, ധാർമ്മികതയുണ്ട്, സദാചാരമുണ്ട്. അത്തരത്തിലുള്ള നമ്മെ കുഴക്കുന്ന സമകാലീനമായ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഞാൻ ഉള്ളടക്കിയിട്ടുണ്ട്. പക്ഷേ എങ്ങനെ ഇത് ക്രൈസ്തവമാകുന്നു എന്ന ചോദ്യത്തിൻ്റെ മറുപടി, ഈ പ്രശ്നങ്ങളുടെ എല്ലാം ആകുലതകളുടെ എല്ലാം മറുപടി ഞാൻ ക്രിസ്തീയമായ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. കണ്ടംപററി പ്രോബ്ലംസ്, ആ കണ്ടംപററി ആയിട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ ക്രിസ്തീയമായ കാഴ്ചപ്പാടിൽ മനസ്സിലാക്കാൻ കഴിയും, ടാക്കിൾ ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു ഇന്നിൻ്റെ ആകുലതകളിൽ ഞാൻ കൊണ്ടുവന്ന പ്രധാന പ്രശ്നം. രണ്ടാമത് വന്നത് ഇന്നിൻ്റെ സമസ്യകൾ എന്ന് പറയുന്ന പുസ്തകമാണ്. ഇന്നിൻ്റെ സമസ്യകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫിലേക്ക് വരുന്നു. ക്രൈസ്തവമായ ജീവിതം നേരിടുന്ന വെല്ലുവിളികൾ, അവിടെ നമ്മൾ എങ്ങനെയാണ് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത്, ഈ കാര്യത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആ പുസ്തകത്തിലെ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇത് ഞാൻ ചിലർക്ക് കൊടുത്തു നോക്കിയിട്ടുണ്ട്. അവർ വളരെ ആവേശത്തോടു കൂടി ഒറ്റ ഇരിപ്പിൽ വായിച്ചിട്ട് ഇങ്ങനെയുള്ള ലേഖനങ്ങളാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തതും ഞാൻ ഓർക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായി അവർ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ഈ കൂട്ടത്തിൽ ഞാൻ ഒടുവിൽ എഴുതിയതാണ് വീണ്ടു വിചാരം എന്നത്. വീണ്ടു വിചാരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, ഒരു പുനഃപരിശോധന എന്ന് പറയുന്നതാണ്. നമ്മുടെ സഭാജീവിതത്തെയും നമ്മുടെ വ്യക്തിബന്ധങ്ങളെയും നമ്മുടെ പ്രായോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളെയും ഒന്ന് പുനഃപരിശോധിക്കാനുള്ള ശ്രമമാണ് ഈ മൂന്നാമത്തെ പുസ്തകത്തിൽ ഞാൻ അനുഷ്ഠിച്ചിട്ടുള്ളത് എന്ന് പറയാം. എത്രത്തോളം ഫലപ്രദമായി എന്നെനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ആ പുസ്തകം വായിച്ച ചിലരെങ്കിലും അതിലെ ചില ലേഖനങ്ങളെ വളരെ വാഴ്ത്തിക്കൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സഭയും സ്ത്രീയും തമ്മിലുള്ള ബന്ധം, കുടുംബത്തിൽ സ്ത്രീയുടെ പ്രാധാന്യം, ഇതിനെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വളരെ ചെറിയ കുറേ ലേഖനങ്ങൾ അതിനകത്ത് ഞാൻ സംഭരിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിറ്റിയെപ്പറ്റി ഞാൻ എഴുതി വരുന്ന ഒരു പുസ്തകമാണ് ക്രൈസ്തവ സാഹിത്യത്തിന് ഞാൻ സംഭാവന ചെയ്തത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തട്ടെ. കേരളത്തിൽ പണ്ട് നമ്മുടെ അച്ഛന്മാരും പുരോഹിതന്മാരുമൊക്കെ എഴുതിയ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു. ആ പുസ്തകങ്ങളിലെ ഭാഷയെപ്പറ്റി പറഞ്ഞിരുന്നത് പാതിരി മലയാളം എന്നാണ്. ആക്ഷേപിച്ചാണ് ആദ്യം ആ വാക്ക് ഉപയോഗിച്ചതെങ്കിലും പിൽക്കാലത്ത് സാഹിത്യ ചരിത്രത്തിൽ ആ വാക്ക് ഭംഗിയായി പതിഞ്ഞു കിടന്നു. നിങ്ങളിന്ന് BA മലയാളം ഓപ്ഷനിൽ പഠിക്കുകയാണെങ്കിൽ മലയാള ഗദ്യത്തിൻ്റെ പരിണാമത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഘട്ടം പാതിരി മലയാളത്തിൻ്റേതാണ് എന്ന് പറയും. നമ്മുടെ ഈ ക്രൈസ്തവ സാഹിത്യത്തിലെ ലേഖനങ്ങളെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ഇന്നും നമ്മൾ പാതിരി മലയാളത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അല്പം സാഹിത്യം പഠിച്ചിട്ടുള്ളവർക്ക്, സ്ഥിരമായി പത്രം വായിക്കുന്നവർക്ക് ആ ഭാഷ എന്ന് പറയുന്നത് പലപ്പോഴും ദുസ്സഹമായി തന്നെ തോന്നാവുന്നതാണ്. ഞാൻ വളരെ അത്ഭുതത്തോടെ ഞാൻ അവരോട്, ഇത് എഴുതുന്നവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുന്നത് പോലെ, നിങ്ങളുടെ അച്ഛനോട് സംസാരിക്കുന്നത് പോലെ, സഹോദരനോട് സംസാരിക്കുന്നത് പോലെ വളരെ ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറയാൻ കഴിയില്ലേ എന്ന്. ഇതെല്ലാം നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഞാൻ പറയുന്നത്
വളരെ ഗംഭീരമായ ഒരു കാര്യമാണ് എന്ന തോന്നൽ മനസ്സിനകത്തുണ്ടാവുകയും പറയുന്നത് എന്താണ് എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു തെളിവ് ധാരണ നമുക്കില്ലാതെ വരികയും ചെയ്യുമ്പോഴാണ് ഭാഷ ക്ലംസിയായി മാറുന്നത്. ആ ഭാഷയ്ക്ക് മാറ്റം വരുത്തുക എന്ന വളരെ എളിയ ഒരു ലക്ഷ്യം കൂടി എൻ്റെ ഈ എഴുത്തുകൾക്കകത്തുണ്ട് എന്ന് പറയട്ടെ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എൻ്റെ ലേഖനങ്ങളൊന്നും സുവിശേഷം പ്രധാനമായ ലേഖനങ്ങളല്ല. ഞാൻ അതിനകത്ത് പ്രബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയോട് കൂടുതൽ അടുത്ത് നിൽക്കുക, ബൈബിളിനോടും ക്രൈസ്തവമായ ദർശനത്തോടും ഏറെ സത്യസന്ധത കാണിക്കുക. എങ്ങനെയാണ് നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ ക്രിസ്ത്യൻ ധാരണകളിൽ നിന്ന് അകന്നു പോകുന്നത്, നമ്മുടെ കുടുംബജീവിതവും വ്യക്തിജീവിതവും എങ്ങനെയാണ് ഇതിൽ നിന്ന് അകന്നു പോകുന്നത്, ആ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ സംസാരിക്കാറുള്ളത്. മറ്റേ ബൈബിളിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കും, ഇതിനേക്കാൾ ലളിതമായി പറയാനൊക്കാത്ത വിധത്തിലാണ് സുവിശേഷങ്ങൾക്കകത്ത് യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതും ഈ സംഗതികൾ പറയുകയും ചെയ്യുന്നത്. പക്ഷേ അത് ഒരു ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോഴത്തേക്ക് അത് പലപ്പോഴും വളരെ ക്ലംസിയായി മാറുന്നു, ജനങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത ഒന്നായി മാറുന്നു. 2-3 സമസ്യകൾക്കകത്ത് അതിങ്ങനെ നിന്ന് കറങ്ങും. പണ്ട് വീണ്ടും ജനനമായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നത്. ബൈബിളിനെ സംബന്ധിച്ചും ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണമായിരുന്നു അത് ആ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്ത് പോയിരുന്നു. പക്ഷേ അടുത്ത കാലത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ബൈബിളിൽ നിന്ന് വളരെയധികം അകന്നു പോവുകയും നമ്മൾ കൂടുതൽ ആധുനികരാണ് എന്ന് വരുത്താനുള്ള ശ്രമത്തിൻ്റെ ഫലമായി സമകാല ജീവിതത്തിലെ നമ്മൾ ചർച്ച ചെയ്തേ തീരൂ എന്ന് നിർബന്ധമില്ലാത്ത പലതും നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. നമ്മളൊരു 3 സൺഡേ സ്കൂൾ പാഠപുസ്തകങ്ങൾ എടുത്തു വെച്ച് പരിശോധിച്ചാൽ നമ്മൾ വിഷമിച്ചു പോകും. അതിലൊന്നും നമുക്ക് ക്രിസ്തുവിനെ കാണാൻ സാധിക്കില്ല, മറ്റു പലതും നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ വിശ്വാസ ജീവിതമില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്തരം ലേഖനങ്ങൾ എഴുതുമായിരുന്നില്ല. കാരണം എനിക്ക് കൂടുതൽ ആഹ്ലാദം തരുന്ന ഒരു ലോകമാണ് സെക്കുലാർ സാഹിത്യത്തെപ്പറ്റിയുള്ള പഠനമെന്ന് പറയുന്നത്. ഞാൻ ആ ലോകത്തിൽ തന്നെ മുഴുകുമായിരുന്നു എന്നതാണ് സത്യം. ആ സെക്കുലാർ സാഹിത്യത്തിൽ ഇപ്പോഴും എന്നെ അലട്ടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെപ്പറ്റി എഴുതുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ദൗത്യമാണ്. ഏറ്റവും പുതിയ നോവൽ എന്നെ ഏറ്റവും കൂടുതൽ അസ്വാസ്ഥ്യം കൊള്ളിക്കുന്ന പുസ്തകമാണ്. എല്ലാ ധാർമ്മികതകളിൽ നിന്നും അകന്ന് വെറും കച്ചവടം മാത്രം ലക്ഷ്യമാക്കി എഴുതുന്ന ധാരാളം വിറ്റഴിയുന്ന പുസ്തകങ്ങളുടെ ലോകമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ആ പുസ്തകങ്ങളെപ്പറ്റി എനിക്ക് ധാരാളം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഞാൻ എഴുതാറുമുണ്ട്. പക്ഷേ എന്നിട്ടും കറങ്ങി ഞാൻ അറിയാതെ ഈ ക്രൈസ്തവമായ ദർശനത്തിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ വിശ്വാസ ജീവിതം അത്രത്തോളം ശക്തമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഞാനിപ്പോൾ ഖസാൻ സാക്കീസിൻ്റെ നോവൽ വായിക്കുമ്പോൾ ഞാനിങ്ങനെ ഖലീൽ ജിബ്രാൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഞാൻ അമ്പരക്കാറുണ്ട്. എനിക്കെന്തുകൊണ്ടാണ് അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി ദൈവത്തോട് സംവദിക്കാൻ കഴിയാത്തത്? ഒരു ഭയപ്പാടോടെയാണ് നമ്മൾ ഇപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത്. ഖസാൻ സാക്കീസ് അങ്ങനെയല്ല, ഈ പറഞ്ഞതുപോലെ ഈ ഖലീൽ ജിബ്രാൻ അങ്ങനെയല്ല, വളരെ സ്വതന്ത്രമായ രീതിയിൽ. പക്ഷേ ആ സ്വാതന്ത്ര്യം കിട്ടുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം അത്രമാത്രം പ്രബലമാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ തലത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ പറയാനൊക്കുള്ളൂ, നിൻ്റെ ജനതയാണ് ഇതാ അമേരിക്കയിൽ ആൾക്കാർ കൊന്നുകൊണ്ടേയിരിക്കുന്നത്, നിൻ്റെ തന്നെ വിശ്വാസം ഉള്ളവരെയാണ് ഇറാനിൽ വധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് അങ്ങ് ഇടപെടേണ്ടത്. ഇപ്പോൾ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇടപെടുന്നത്? ഈ ചോദ്യം ഖസാൻ സാക്കീസ് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് മറ്റൊരു കോണ്ടെക്സ്റ്റിലാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കൊരിക്കലും അങ്ങനെ ചോദിക്കാൻ കഴിയാറില്ല. ഞാൻ അവിടെയും ഒരു യാചനയുടെ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് ദൈവമേ കരുണയുണ്ടാകണമേ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അത് എൻ്റെ നേരത്തെ പറഞ്ഞ വിശ്വാസത്തിൻ്റെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത്, പരിമിതിയായിട്ടാണ് ഞാൻ കാണുന്നത്. അവിടെ നിന്ന് ഞാൻ ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു.
മിറക്കിൾസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ എൻ്റെ യുക്തിയുടെ തലത്തിൽ നിന്ന് മാത്രമേ എന്തെങ്കിലും എഴുതിയിട്ടുള്ളൂ. പക്ഷേ നമ്മളറിയാതെ തന്നെ ചില വെളിപാടുകൾ നമ്മുടെ മനസ്സിനകത്തുണ്ടാവും. ആ വെളിപാടുകളാണ് നമ്മുടെ എഴുത്തിനെ ശക്തമാക്കുന്നതും ശ്രദ്ധേയമാക്കുന്നതും ചിലപ്പോഴെങ്കിലും പോയറ്റിക്കാക്കി മാറ്റുന്നതും. അതിൻ്റെ പിന്നിൽ ദൈവികമായ ഒരു കൈയുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. ഇല്ല, എൻ്റെ ഈ പറഞ്ഞ ജീവിതത്തിൻ്റെ അവസാന ലാപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. 78 വയസ്സെന്ന് പറഞ്ഞാൽ വലിയൊരു പ്രായമാണ്. ഞാൻ ഇതുവരെയും എഴുതിക്കൊണ്ടേയിരിക്കുന്നു, ഞാൻ ഇതുവരെയും വായിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇനിയും എനിക്കിതുപോലെ വായിക്കാനും ഇതുപോലെ എഴുതാനും സാധിച്ചാൽ ഞാൻ അങ്ങേയറ്റ സംതൃപ്തനായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ എഴുതുന്ന കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ എഴുതി തുടങ്ങിയ പുസ്തകത്തിൻ്റെ പൂർത്തീകരണമെന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഞാൻ കരുതുകയും ചെയ്യുന്നു.